റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 334-ാമത്തെ എപ്പിസോഡ്. ഇന്നത്തെ നമ്മുടെ സിയാറത്ത് തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ചെന്നൈയിലുള്ള കോവളത്തെ തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വര്യൻ്റെ പ്രസിദ്ധമായ മക്ബറയിലേക്കാണ്. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ടാണ് നമ്മൾ കോവളത്തെ തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ദർഗയിലേക്ക് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എത്തിയിട്ടുണ്ട്. കേരളത്തിലെ കൊടുങ്ങല്ലൂരിലാണ് ആദ്യമായിട്ട് സ്വഹാബത്ത് കടന്നു വരുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ കായൽപട്ടണത്തും വിവിധ പ്രദേശങ്ങളിലും ഇസ്ലാം എത്തി. അതുപോലെ വന്ന ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ് മഹാനായ തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോമിലെത്തി. നമുക്ക് പോകേണ്ട ട്രെയിനാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മംഗലാപുരത്ത് നിന്ന് ചെന്നൈ എഗ്മൂർ വരെ പോകുന്ന മാംഗ്ലൂരു എക്സ്പ്രസ് ആണ്. മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ട് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിലൂടെ വന്ന് ഇപ്പോൾ തിരുച്ചിറപ്പള്ളി എത്തിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ വടക്കൻ കേരളത്തിൽ നിന്നൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ട്രെയിന് ഡയറക്റ്റ് വന്നാലും മതി. നമ്മൾ ഇന്ന് പുലർച്ചെ തിരൂരിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയോടുകൂടി ഇവിടെ എത്തി. ഇവിടെയുള്ള കുറഞ്ഞ സിയാറത്തുകളൊക്കെ നമ്മൾ ചെയ്തു. ഖാജ മല, തൊബല ആലം ബാദുഷ റളിയല്ലാഹുവിൻ്റെ മക്ബറ തുടങ്ങിയ മക്ബറകളൊക്കെ സിയാറത്ത് ചെയ്തു. അതിൻ്റെയൊക്കെ വീഡിയോസ് തൊട്ട് മുമ്പുള്ള എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ പുലർച്ചെ 3:30 എഗ്മൂറിൽ എത്തിയിട്ടുണ്ട്. ചെന്നൈ എഗ്മൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ ട്രെയിന് രാവിലെ 6:45 മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ട് പിറ്റേ ദിവസം പുലർച്ചെ 3:30 മണിക്കാണ് ചെന്നൈ എഗ്മൂറിലെത്തുക. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറി. 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്, കോയമ്പട് ബസ് സ്റ്റാൻഡ്. അപ്പോൾ ചെന്നൈ എഗ്മൂറിലും ചെന്നൈ സെൻട്രലിലൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ കോവളത്തേക്ക് പോകാൻ വേണ്ടി കോയമ്പട് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ചെന്നൈയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷനാണ്. അവിടേക്ക് ബസ് കയറിയാൽ മതി. അവിടെ നിന്നാണ് നമുക്ക് കോവളം ബസ് കിട്ടുക. കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ഇവിടേക്ക് എത്താൻ നമ്മൾ വന്ന വണ്ടിയിൽ തന്നെ കയറിയാൽ മതി. അത് മംഗലാപുരത്ത് നിന്ന് ഇപ്പോൾ രാവിലെ 6:45 പുറപ്പെട്ടാൽ 9 മണിക്ക് കണ്ണൂർ, 10:30 മണിക്ക് കോഴിക്കോട്, 11:40 തിരൂർ, അങ്ങനെ 9:55 കൂടിയിട്ടാണ് തിരുച്ചിറപ്പള്ളി എത്തുക. പിന്നെ പുലർച്ചെ 3:30 മണിയോടുകൂടി ചെന്നൈ എഗ്മൂറിൽ എത്താൻ പറ്റും. അങ്ങനെ നമ്മൾ ഇപ്പോൾ എഗ്മൂറിൽ നിന്ന് ഇപ്പോൾ ഈ കോയമ്പട് ബസ് സ്റ്റാൻഡ് എന്നുള്ള ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്നു. സുബഹിയൊക്കെ ഇവിടെ ഉള്ള ഒരു പള്ളിയിൽ നിന്നാണ് നിസ്കരിച്ചത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് കോവളത്തേക്ക് പോകുന്ന ബസ്സിന് കയറണം. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ബസ് കയറി ഈ കോവളത്തേക്ക് പോണ്ടിച്ചേരി പോകുന്ന ബസ്സാണിത്. ഇതിന് ചെന്ന് നമ്മൾ കോവളം ഹൈവേ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ടാണ് പോകുന്നത്. എന്നാൽ ദർഗൻ്റെ അടുത്ത് വരെ പോകുന്ന ബസ്സുകൾ ഉണ്ട്. അത് എല്ലാ സമയത്തും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പുതുച്ചേരി പോകുന്ന ബസ്സിന് കയറിയിട്ടുള്ളത്. അതുപോലെ നമ്മൾ വന്ന ട്രെയിനിന് എഗ്മൂറിൻ്റെ മുമ്പുള്ളതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പാണ് തമ്പരം. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കോവളത്തേക്ക് ഡയറക്റ്റ് ബസ് കിട്ടും. പക്ഷേ അത് രാവിലെ 5 മണി മുതലാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നമ്മൾ ഈ ട്രെയിൻ അവിടെ എത്തുന്ന സമയം രാത്രി 2:45. അത് കാരണമാണ് നമ്മൾ എഗ്മൂറിലേക്ക് വന്നത്. ഇവിടെ നിന്നാകുമ്പോൾ പിന്നെ വേഗം ബസ് കിട്ടും. അങ്ങനെ നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് കോവളം വരെ ചാർജ് വന്നത് 46 രൂപയാണ് കോയമ്പട് ബസ് സ്റ്റാൻഡിൽ നിന്ന്. അങ്ങനെ ഇവിടെ ഹൈവേ ജംഗ്ഷനിൽ ഇതാ നമ്മൾ ബസ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് വല്ല ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ബസ്സോ കയറിയിട്ട് കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ പോകണം. അങ്ങനെ ഒരു ഓട്ടോറിക്ഷ കിട്ടി. അതിനാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 10 രൂപയാണ് ഒരാൾക്ക് ചാർജ് ഓട്ടോറിക്ഷക്ക്. അങ്ങനെ അവസാനമായി നമ്മൾ കോവളത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ മുമ്പിൽ തന്നെ നമുക്ക് മഹാനായ തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തായ ആ ദർഗയെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. ഇന്ന് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് പ്രത്യേകിച്ചും ധാരാളം ആളുകൾ സിയാറത്തിനെത്തുന്ന ഒരു സിയാറത്ത് കേന്ദ്രമാണ് മഹാനായ സ്വഹാബി വര്യൻ ബദറിൽ പങ്കെടുത്ത സ്വഹാബിയായ തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ മക്ബറ.
ധാരാളം ആളുകളാണ് ഇവിടെ സിയാറത്തിന് ഓരോ ദിവസവും എത്തിച്ചേരുന്നത്. ഇവരുടെ മക്ബറ പാറപ്പള്ളിയിലുമുണ്ട്. 2 സ്ഥലത്തും ഇവരുടെ മക്ബറയെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ 2 സ്ഥലത്തും ഇവരുടെ മക്ബറ വന്നതിനെക്കുറിച്ച് പല നിലക്കും അന്വേഷിച്ചെങ്കിലും ആരെയൊന്നും വ്യക്തമായൊരു മറുപടി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിച്ചാൽ വളരെ ഉപകാരമാകും. ഇവരുടെ മക്ബറ കൂടാതെ, ഇവിടെയാണ് അവരുടെ മക്ബറ ഉള്ളത്, അതുകൂടാതെ ഈ പരിസരത്ത് ഒരുപാട് മഹാന്മാരുടെ മക്ബറ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അവരെ സിയാറത്ത് ചെയ്തതിനു ശേഷം നമുക്ക് അവിടെയും സിയാറത്ത് ചെയ്യാവുന്നതാണ്. തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ദർഗയുടെ ഈ ഭാഗത്താണ് ആ മക്ബറകളൊക്കെ ഉള്ളത്. മഹാനായ ഹസ്രത്ത് ഫഖീർ മുഹമ്മദ് അറബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരുപാട് മഹാന്മാരുടെ മക്ബറ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ സിയാറത്തിന് എത്തുന്നവർക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നൊരു സ്ഥലം കൂടിയാണ്. ഈ ഭാഗത്താണ് ഒരുപാട് മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. പലരുടെ പേരും ഒക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഒരുപാട് മക്ബറകൾ ഈ ഒരു കെട്ടിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു തആല ഇവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ തമ്പരത്തേക്ക് ബസ് കയറിയിട്ടുണ്ട്. തമ്പരത്തേക്ക് ഒരാൾക്ക് വരുന്നത് 35 രൂപയാണ് തമ്പരത്തേക്ക് വരുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി തമ്പരത്തെത്തി കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് പറങ്കിപ്പേട്ടയിലേക്കാണ്. 100 കണക്കിന് മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു പുണ്യഭൂമിയാണ് പറങ്കിപ്പേട്ട എന്ന് പറയുന്നത്. സ്വഹാബി വര്യൻ ഉക്കാശ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദർഗ. അപ്പോൾ കേരളത്തിൽ നിന്ന് കോവളം ദർഗയിലേക്ക് എത്താൻ തിരൂരിൽ നിന്നാണെങ്കിൽ കോവളത്തെത്താൻ ഒരാൾക്ക് 461 രൂപയാണ് സ്ലീപ്പർ ടിക്കറ്റിന് പോവുകയാണെങ്കിൽ. ചെന്നൈ എഗ്മൂർ വരെ സ്ലീപ്പർ ടിക്കറ്റ് 395 രൂപയും അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് 10 രൂപ, അവിടെ നിന്ന് കോവളത്തേക്ക് 46 രൂപ, കോവളത്ത് ഇറങ്ങിക്കഴിഞ്ഞ് ദർഗയിലേക്ക് 10 രൂപ, അങ്ങനെ 451 രൂപക്ക് നമുക്ക് കോവളത്തെത്താൻ കഴിയും.